അസ്സലാമലൈക്കും. എല്ലാവർക്കും ഹൈമാസ് കിച്ചണിലേക്ക് സ്വാഗതം. ഞാനിന്നിവിടെ ഉണ്ടാക്കാൻ പോകുന്നത് ബിസ്ക്കറ്റ് അപ്പമാണ്. വളരെ ടേസ്റ്റിയായ, കുട്ടികൾക്കൊക്കെ വളരെ ഇഷ്ടപ്പെടുന്ന ഒരു സ്നാക്സാണിത്. ഇനി നമ്മൾക്ക് നേരെ വീഡിയോയിലേക്ക് കടക്കാം. അതിനാദ്യം ഒരു പാത്രം എടുത്ത് അതിലേക്ക് 2 മുട്ട പൊട്ടിച്ചൊഴിക്കാം. 1/4 ടീസ്പൂൺ ഏലക്കായി, 1/4 ടീസ്പൂൺ ഉപ്പ് ഇട്ട് കൊടുത്ത ശേഷം അത് നന്നായി മിക്സ് ചെയ്ത് കൊടുക്കാം. അത് നന്നായി മിക്സായി വരുമ്പോൾ അതിലേക്ക് 1/4 കപ്പ് പൊടിച്ച പഞ്ചസാര ഇട്ട് കൊടുക്കാം. പൊടിച്ച പഞ്ചസാര തന്നെ ഇട്ട് കൊടുക്കണം. ഇനി അത് നന്നായി മിക്സ് ചെയ്ത് കൊടുക്കാം. അത് നന്നായി മിക്സായി കഴിഞ്ഞാൽ അതിലേക്ക് 2 ടീസ്പൂൺ ഗീ ഒഴിച്ച് കൊടുക്കാം. അത് നന്നായി മിക്സ് ചെയ്തെടുക്കുക. ഇത് നന്നായി മിക്സായി കഴിഞ്ഞാൽ ഞാനിവിടെ 2 മുട്ടയ്ക്ക് 2.5 കപ്പ് മൈദയാണ് എടുത്തിട്ടുള്ളത്. അതിലാദ്യം 1 കപ്പ് ഇട്ട് അത് നന്നായി മിക്സ് ചെയ്ത് കൊടുക്കാം. അത് നന്നായി മിക്സായി കഴിഞ്ഞാൽ 1 കപ്പും കൂടി ഇട്ട് അത് ചെറുതായി ഒന്ന് മിക്സ് ചെയ്ത് കൊടുക്കാം. അതിനുശേഷം ചെറുതായി മിക്സായി കഴിഞ്ഞാൽ സ്പൂൺ മാറ്റി കൈകൊണ്ട് കുഴച്ച് കൊടുക്കാം. അത് ചെറുതായി ഒന്ന് കുഴഞ്ഞ് വരുമ്പോൾ ബാക്കിയുള്ള 1/2 കപ്പ് മൈദയും കൂടി കുറേശ്ശെ ഇട്ട് കൊടുത്ത് നന്നായി കുഴച്ചെടുക്കാം. നന്നായി കുഴഞ്ഞ് വരുമ്പോൾ അതിലേക്ക് 1/2 ടീസ്പൂൺ ഓയിൽ ഒഴിച്ച് കൊടുത്ത് അത് നന്നായി മിക്സ് ചെയ്ത് കൊടുക്കാം. അത് നന്നായി മിക്സായി കഴിഞ്ഞാൽ അത് ഓരോ ബോൾസായി മാറ്റിയെടുക്കാം. ഞാനിവിടെ 5 ബോൾസായിട്ടാണ് എടുത്തിരിക്കുന്നത്. ഇതുപോലെ കൈകൊണ്ട് പരത്തി മാറ്റി വെക്കാം. അതിനുശേഷം കയ്യിൽ എണ്ണ തടവി അതിൻ്റെ മുകളിലായി തടവി കൊടുക്കാം. അതിനുശേഷം അതൊരു 15 മിനിറ്റ് റെസ്റ്റ് ചെയ്യാൻ വെക്കാം. 15 മിനിറ്റിന് ശേഷം അതെടുത്ത് കൗണ്ടർ ടോപ്പിൽ എണ്ണ തൂവി ഇത് നമ്മൾക്ക് പരത്തിയെടുക്കാം. വളരെ നൈസായി പരത്തിയെടുക്കണം. അതുപോലെ നൈസായി പരത്തിയേക്കും. അതിന് ശേഷം അതിൻ്റെ മുകളിലായി എല്ലായിടത്തും എണ്ണ തടവി കൊടുക്കാം.
എണ്ണ നന്നായി എല്ലായിടത്തും തടവി കൊടുത്ത ശേഷം അത് ചെറുതായി റോൾ ചെയ്തെടുക്കാം. ഇതുപോലെ ചെറുതായി റോൾ ചെയ്തെടുക്കണം. ഇതുപോലെ മറ്റുള്ളതും ഇതുപോലെ പരത്തി റോൾ ചെയ്തെടുക്കാം. ഇനി അത് നമുക്ക് കട്ട് ചെയ്തെടുക്കാം. നമ്മൾ ആദ്യം റോൾ ചെയ്ത് വെച്ചതാണ് ഫസ്റ്റ് എടുക്കേണ്ടത്. ശേഷം അത് കൈകൊണ്ടൊന്ന് പ്രസ് ചെയ്ത് കൊടുത്ത ശേഷം ചെറുതായി ഒന്ന് പരത്തി കൊടുക്കാം. ചെറുതായി ഒന്ന് പരത്തിയ ശേഷം അത് കട്ട് ചെയ്തെടുക്കാം. ഇതുപോലെ സ്ലൈസസായി കട്ട് ചെയ്ത് കൊടുക്കാം. ഇതുപോലെ പാത്രത്തിൽ വിട്ട് വേണം എടുത്തു വെക്കാൻ, അല്ലെങ്കിൽ അത് ഒട്ടിപ്പോകും. ഇതുപോലെ മറ്റുള്ളവയും കട്ട് ചെയ്തെടുക്കാം. അതിനുശേഷം ഒരു ചീനച്ചട്ടി അടുപ്പത്ത് വെച്ച് അതിൽ എണ്ണ ഒഴിച്ച് നന്നായി ചൂടായി വരുമ്പോൾ ലോ ഫ്ലെയിമിലിട്ട് ഇത് നമ്മൾക്ക് ഫ്രൈ ചെയ്തെടുക്കാം. എണ്ണ നന്നായി ചൂടായി കഴിഞ്ഞാൽ ലോ ഫ്ലെയിമിൽ ഇടാൻ പ്രത്യേകം ശ്രദ്ധിക്കണം. അതിൻ്റെ ഉള്ളിൽ വെന്ത് കിട്ടില്ല. ഇത് ഗോൾഡൻ കളറാകുമ്പോൾ അതിൽ നിന്നും കോരിയെടുക്കാം. വളരെ ടേസ്റ്റിയായ ഒരു സ്നാക്സാണിത്. എല്ലാവരും ട്രൈ ചെയ്ത് നോക്കുക. നിങ്ങൾക്ക് എൻ്റെ വീഡിയോ ഇഷ്ടമായാൽ ലൈക്ക് ചെയ്യുക, സബ്സ്ക്രൈബ് ചെയ്യുക, കമൻറ്റ് ചെയ്യുക. താങ്ക് യു ഫോർ വാച്ചിങ്.